വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 15-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ബലഹീനതകളുടെ മേൽ വിജയം നേടുക എന്നുള്ളതാണ് നമ്മുടെ ആത്മജ്ഞാനം. നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുമ്പസാരത്തിൻ്റെ ദിനങ്ങൾ കടന്നുപോയി. ഇനിയും കുമ്പസാരിക്കാനുള്ളവർ ഈ ദിവസങ്ങളിലൊക്കെ കുമ്പസാരിക്കുക. പ്രത്യേകമായി നമ്മളുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. സ്വയോന്മുഖത എന്ന ദൗർബല്യം, ഇതാണ് ഇന്നത്തെ വിചിന്തന വിഷയം. സ്വയോന്മുഖത, അവനവനിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ഒരവസ്ഥ, നാർസിസ്റ്റിക് മെൻറ്റാലിറ്റി. നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മളായി തീരുക, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് വേണ്ടി മാത്രമാവുക എന്നുള്ളതാണ് ഈ വിഷയം. ഇന്നത്തെ വിചിന്തനത്തിന് നമുക്ക് ലഭിച്ചിരിക്കുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള തിരുവചനങ്ങളും യഥാർത്ഥ മരിയ ഭക്തി 81, 82 നമ്പറുകളുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു. കുറേ പേർക്ക് ദുർമരണം ഉണ്ടായി, ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വലിയ കഷ്ടത വന്നു. അപ്പോൾ അവർ മറ്റുള്ളവരെക്കാൾ ദൗർഭാഗ്യരാണോ, അവരുടെ പാപം നിമിത്തമാണോ എന്ന് ഈശോയോട് ചോദിക്കുക. സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഈശോ ചോദിക്കുക. ചിലരുടെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങൾ വരുമ്പോൾ നമ്മളതൊരു അടയാളമായിട്ട് എടുക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടവർ നമ്മളായതുകൊണ്ടല്ല മറ്റുള്ളവർ കടന്നുപോയ അപകടങ്ങളിലൂടെ ഒരുപക്ഷെ നമ്മൾ കടന്നു പോകാതിരുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആപത്കരമായ അവസ്ഥ, പ്രതീക്ഷിക്കാത്ത രോഗാവസ്ഥ, മറ്റു തരത്തിലുള്ള തകർച്ചകൾ, മക്കളുടെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകൾ, പല മാതാപിതാക്കളും വരുത്തുന്ന ഒരു വലിയ കഷ്ടം ഇതാണ്. നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ മക്കൾ എങ്ങനെയെങ്കിലും ഒന്ന് അവരുടെ ജീവിതത്തിൽ ഒരു ഇടർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കരമായി അവരെ വിധിക്കും. നമ്മളെ തന്നെ നമ്മൾ നീതീകരിച്ച് മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ മക്കളെ എങ്ങനെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെയോ ഒരു സംരക്ഷണത്തിൻ്റെയും കൃപയുടെയും പുറത്താണ് നമ്മുടെ മക്കളൊക്കെ നല്ല വഴിക്ക് പോവുക. അപ്പം നമ്മൾ അതിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളിയോ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ വലിയ വീഴ്ചയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു സഹാനുഭൂതിയോടുകൂടി സംസാരിക്കുകയും വേണം. അല്ലാതെ ഞാൻ അവരെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കരുത്. അതായത് നമ്മളുടെ അഹങ്കാരം, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഉപകരിക്കുകയില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒത്തിരി ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, നമ്മൾ ഒത്തിരി പരിത്യാഗം ചെയ്യുന്നുണ്ട്. പിശാച് ഈ സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് അലറിക്കൊണ്ട് ഓടി നടക്കുന്നവനാണ്. അവൻ അടങ്ങിയിരിക്കുന്നില്ല, അവനും അധ്വാനിക്കുന്നുണ്ട്. ഉറക്കമില്ലാതെ എന്താ പറയുക, അവൻ്റെ പദ്ധതി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അവൻ മുറിവേൽക്കാൻ വരെ തയ്യാറായി. നശിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അവനും ഭയങ്കരമായി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പിശാചും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പ്രിയപ്പെട്ടവരെ, ഏക വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളുടെ അഹംബോധത്തിന് നമ്മൾ തന്നെ മരിക്കുക എന്നുള്ളതാണ്. ഞാൻ മരിച്ചിട്ട് വേണം ഈശോയ്ക്ക് സമർപ്പിക്കാൻ. ഞാനെന്ന ചിന്ത ഒഴിവാക്കിയിട്ട് നടത്തുന്ന ശുശ്രൂഷകളിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയുള്ളൂ. എന്നെ മാറ്റി നിർത്തിയിട്ട് ചെയ്യുന്ന ത്യാഗപരിത്യാഗങ്ങളിലെ സ്വർഗം
സംപ്രീതമാവുകയുള്ളൂ. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഇത്രയും ചെയ്തല്ലോ, ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നവരാണല്ലോ, എൻ്റെ കുടുംബത്തിൽ ഇത്രയും പേര് ഇതിൽ സംബന്ധിച്ചല്ലോ, നമ്മൾ ഇത്തിരി മെച്ചപ്പെട്ടവരാണ് മറ്റുള്ളവരെക്കാൾ എന്നുള്ളൊരു ചിന്ത നമുക്ക് തരുന്നത് പിശാചാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നമ്മളെ തന്നെ നമ്മളിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചിന്ത, അത് ആത്മീയ ജീവിതത്തിലെ വലിയ ഒരു അധപ്പതനമാണ്. സത്യത്തിൽ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിൽക്കുന്നു, നമ്മൾ ത്യാഗമെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, രാവകലില്ലാതെ ശുശ്രൂഷ ചെയ്യുന്നു, നമ്മുടെ സ്വത്തുവകൾ നമ്മൾ വിട്ടുകൊടുക്കുന്നു. പക്ഷെ ഈ ഒരൊറ്റ കാര്യത്തിൽ അഹംബോധം, നമ്മുടെ അഹന്ത, ഈ ഒരൊറ്റ കാര്യത്തിൽ നമ്മൾ ചെയ്ത എല്ലാ ശുശ്രൂഷകളും ദൈവത്തിനുമുമ്പിൽ സ്വീകാര്യമല്ലാതെ അത് പിശാചിനു വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയായി മാറും. പറയുമ്പോൾ ഇച്ചിരി കഠിനമാണ്. നമ്മൾ ശരിക്കും വചനമാണ് പ്രഘോഷിക്കുന്നതെങ്കിലും പിശാചും വചനം പറയും. പിശാചും നല്ല മാലാഖയെ പോലെ വരും. പക്ഷേ നമ്മൾക്ക് വേണ്ടി അനുദിനം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് ഒരു ഫലവുമില്ല എന്ന് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ സ്വയത്തിന് അനുദിനം മരിക്കണം. അതിനുള്ള ഭക്തകൃത്യങ്ങൾ നമ്മൾ വളർത്തിയെടുക്കണം. അഹത്തിന് മരിക്കാൻ ഏറ്റവും അധികമായി നമ്മൾ ആശ്രയിക്കേണ്ടത് പരിശുദ്ധ അമ്മയെ തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ തിരുവചനം. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരിമാരെയും സഹോദരന്മാരെയും എന്നല്ല, സ്വജീവനെ തന്നെ വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനായി തീരുവാൻ സാധിക്കുകയില്ല. എൻ്റെ ജീവനെ തന്നെ ഞാൻ വേണ്ടാന്ന് വെക്കണം. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ആത്മീയ ജീവിതമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന, നമ്മുടെ മേഹത്ത് തൊടാതെയുള്ള ഒരു പ്രാർത്ഥന, നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്വത്തുവകകൾ, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം നമ്മളിങ്ങനെ സംരക്ഷിച്ച് പൊത്തിപ്പിടിച്ച് അതിന് ശേഷം വരുന്ന ഒരു പ്രാർത്ഥന. ദൈവത്തിന് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുള്ളൊരു സ്ഥാനം. പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥ ആരാധനയല്ല, യഥാർത്ഥ സമർപ്പണമല്ല. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ സ്വയോന്മുഖതയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് സ്വയോന്മുഖതയുടെ ലക്ഷണം എന്ന് പറയുന്നത് അധികാരമോഹമാണ്. പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആൾക്കാരുകൾ. അതായത് മറ്റുള്ളവരുടെ പരിഗണനയ്ക്ക് ദാഹം. നമ്മളൊരു നല്ല കാര്യം ചെയ്തു, ഒരു സംഘടനയിലായിക്കോട്ടെ, പള്ളിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, നമ്മൾ നല്ലൊരു ഭക്ഷണം വെച്ചതായിക്കോട്ടെ, ഇത് കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, നമ്മൾ സ്വീകരിക്കപ്പെട്ടോ, എന്നെ എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തോ. ആ നല്ല വാക്കിൻ്റെ അപ്രിസിയേഷന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ സ്വർഗത്തിൽ സ്വീകാര്യമാകേണ്ട നമ്മുടെ സൽപ്രവൃത്തി മനുഷ്യരാൽ സ്വീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മൾ വലിയ വ്യഗ്രത കാണിക്കുമ്പോൾ അത് നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു അമിതമായ ഒരു താല്പര്യമായി അത് മാറുകയും അതിലൊരു പുണ്യമില്ലാതായി തീരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, സ്വന്തം വലിപ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ഗുണമില്ലാതായി തീരും. വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമ്മുടെ അന്തോനീസ് പുണ്യാളൻ, അതുപോലെ എത്രയെത്ര വിശുദ്ധര്, അവര് മരുഭൂമിയിലെ തപശ്രേഷ്ഠനായ അന്തോനീസ് ആയിക്കോട്ടെ, വിശുദ്ധ മറോൺ, അങ്ങ് ഒത്തിരി വിശുദ്ധര്, നമ്മുടെ കാലഘട്ടങ്ങളിലെ വിശുദ്ധര്, ഇവരാരും തങ്ങളെ തന്നെ പുറത്തിങ്ങനെ കാണിക്കാൻ ആഗ്രഹിച്ചവരല്ല. റെമിനി പട്ടണത്തെ കീഴ്മേൽ മറിച്ചുകൊണ്ട് ചെറുപ്പക്കാരനായ അന്തോനീസ്, ഫെർണാണ്ടോ അച്ഛൻ അന്തോനീസ് പുണ്യാളനായി മാറിയിരിക്കുകയാണ്. വചനം പറഞ്ഞു, ജനം കേട്ടില്ല. സാഗരത്തിനരികിലേക്ക് ചെന്ന് നിന്ന് അവിടുത്തെ ജലജീവികളോട് വചനം പറയുമ്പോൾ അവിടുത്തെ ഈ സമുദ്രത്തിൽ നിന്ന് മീനുകളെല്ലാം ഇങ്ങനെ വചനം കേൾക്കാൻ വേണ്ടി കുതിച്ചു നിന്നു. മറ്റത്ഭുതങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇത് കണ്ട് ചുറ്റും നിന്നവര് ഇതാ ഒരു വിശുദ്ധൻ, ഇതാ ഒരു വിശുദ്ധൻ വിളിച്ചു കൂവി. എല്ലാവരെയും തട്ടി മാറ്റി വിശുദ്ധ അന്തോനീസ് നടന്നുപോയൊരു നടപ്പുണ്ട്. വലിയ വിശുദ്ധനായ വിശുദ്ധ ബെനഡിക്റ്റ്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിസാരങ്ങളല്ല. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വേലക്കാരി ഒരു പൊട്ടിയ മൺകുടവുമായി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ, അതൊക്കെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ, ചുറ്റുമുള്ളവരെല്ലാം വിശുദ്ധൻ വിശുദ്ധൻ എന്ന് പറയുമ്പോൾ, അദ്ദേഹം രാത്രിയുടെ മറപിടിച്ച് വലിയ ഒരു മലയിലേക്ക് കയറിപ്പോവുകയാണ്. ഒരു ഗുഹയിൽ അദ്ദേഹം ആരും കാണാതെ നീണ്ട വർഷങ്ങൾ തപസ്സിരിക്കുക, ഒരു കുരിശും പിടിച്ച്. അങ്ങനെയാണ് വിശുദ്ധ ബെനഡിക്റ്റും കുരിശുമായുള്ള ബന്ധം. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ കുരിശ് പിശാച് ഇത്ര പേടിക്കാനുള്ള കാരണം അവിടെ അദ്ദേഹം ചെയ്ത ത്യാഗപരിത്യാഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മേലെ അദ്ദേഹത്തിനുള്ള ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന് സ്വന്തം ഇഷ്ടങ്ങൾ, എപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. നല്ലൊരു പഠനത്തിന് വേണ്ടി റോമിൽ വന്ന വിശുദ്ധനാ, അതെല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അങ്ങനെ എത്ര വിശുദ്ധര്. വിശുദ്ധ ഷാർബേൽ മക്ലീഫ്, മറോണേറ്റ് സഭയിൽപ്പെട്ട വിശുദ്ധൻ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുകയില്ല, വലിയ വിശുദ്ധനാണ്. നമ്മുടെ സിറോ മലബാർ സഭ പോലെ ഒരു വ്യക്തിഗത സഭയിലെ അംഗമാണ് അദ്ദേഹം. ഇങ്ങനെ മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ളവർക്ക് പിടികൊടുക്കാതെ നടക്കുന്ന ഒരു നടപ്പുണ്ട്. കാരണം അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വിളക്കിനകത്ത് പച്ചവെള്ളം ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ സെല്ലിലേക്ക് കൊടുത്തു വിടുക. ഒരു പൊതുസ്ഥലത്ത് നിന്ന് ആണ് മണ്ണെണ്ണ വിളക്കുകളിൽ പകർത്തി കൊടുത്തു വിടുക. അദ്ദേഹത്തിനെ രാത്രിയിലെ അദ്ദേഹത്തിൻ്റെ പഠനവും പ്രാർത്ഥനയും ഒക്കെ ചുറ്റുമുള്ള സന്യാസികൾക്ക് ഒരു കളിയായിട്ട് തോന്നി. ഇന്ന് വിളക്ക് കത്തണ്ട, കൊടുത്തു വിട്ടു. അദ്ദേഹം മുറിയിൽ പോയി വിളക്ക് കത്തിക്കുമ്പോൾ അതിങ്ങനെ കത്തി നിൽക്കുക. ഉടനെ അവർ മഠാധിപനെ വിളിച്ചു, അവരുടെ സന്യാസ ശ്രേഷ്ഠനെ വിളിച്ചു. എല്ലാവരും ഓടിക്കൂടി പറഞ്ഞു, സത്യമായിട്ട് ഇതിനകത്ത് പച്ചവെള്ളമാണ്. അവരകത്തേക്ക് കയറി തുറന്നു നോക്കി, മഠാധിപനത് രുചിച്ചു നോക്കി, പച്ചവെള്ളമാണ്. ഇവർ കത്തിക്കും, കത്തത്തില്ല. എന്നാൽ വിശുദ്ധ ഷാർബേൽ കത്തിക്കുമ്പോൾ അത് കത്തി നിൽക്കും. ഇവിടെ വിളക്ക് കത്തിച്ച അത്ഭുതമല്ല കേട്ടോ, അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ അഴുകാതിരുന്നതും ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്നാലോ അദ്ദേഹം ഒരു വലിയൊരു വിശുദ്ധനാണെന്ന് സമൂഹം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് മഠാധിപനാക്കിയേക്കാമെന്ന് വിചാരിക്കുക. ഒരു പ്രശസ്തിക്ക് വേണ്ടി അദ്ദേഹം അവിടെ നിന്ന് ഈ രാത്രിയുടെ മറപിടിച്ച് രക്ഷപ്പെടുക. വിശുദ്ധ മരുഭൂമിയിലെ താപസ ശ്രേഷ്ഠനായ അന്തോനീസിനെ ഇങ്ങനെ കണ്ടുമുട്ടാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ അദ്ദേഹം, അന്തോനീസേ കതകും തുറന്നു തരണമേ എന്ന് പറഞ്ഞു മുട്ടുമ്പോൾ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? നിങ്ങൾ ഈശോയെ അന്വേഷിക്കുക. ഈ വന്നവർക്ക് അവരുടെ വിശ്വാസത്തെ പ്രതി കിലോമീറ്ററുകൾക്ക് അകലെ വെച്ച് തന്നെ സൗഖ്യം ലഭിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ പോലും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുമൊക്കെ നമ്മൾ ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകൾ പോലും നമ്മൾ തന്നെ വിജയിപ്പിച്ചെടുക്കാൻ നോക്കുന്ന ഒരു പാടുപെടലുണ്ടല്ലോ. നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിസ്ട്രി തന്നെ, ഏത് മിനിസ്ട്രി ആയിക്കോട്ടെ, ഒരേ പേരിലുള്ള മിനിസ്ട്രികൾ തമ്മിൽ, അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങൾ തമ്മിൽ, ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ തമ്മിൽ ഇങ്ങനെ തട്ടുതിരിച്ചുള്ള ഭേദവും, ഈ ഞാൻ മറ്റൊരാളുടെ, എനിക്ക് നിന്റെ ആശീർവാദമോ പ്രാർത്ഥനയോ ആവശ്യമില്ല, ഞാൻ നിന്നേക്കാൾ ഗ്രേഡ് കൂടിയവനാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ കുറഞ്ഞവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് വില കുറഞ്ഞത്, ഇത് വില കൂടിയത് എന്ന് അവയവങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് പോലെ ചിന്തിക്കാൻ പാടുണ്ടോ? ഒരവയവം മറ്റൊരവയവത്തെക്കാൾ വില കുറഞ്ഞതെന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? ഓരോന്നിനും അതിൻ്റെതായ മഹത്വമില്ലേ? ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതലാണെന്ന് ചിന്തിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് 1 തിമോത്തി 2:9 നമ്മൾ പ്രത്യേകമായി കാണുക. തന്നെ പ്രദർശിപ്പിക്കുക, അമിതമായിട്ടുള്ള ഫാഷൻ സ്റ്റൈല്. നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ എപ്പോഴും നമ്മളെ കമൻ്റ് അടിച്ച് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം. എവിടെ ചെന്നാലും എനിക്ക് ഒന്നാമനാവണം. പലപ്പോഴും ഇപ്പം മക്കൾക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, ചെറിയൊരു പരാജയം പോലും താങ്ങാൻ പറ്റാത്ത മക്കളെയാണ് നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ജീവിതത്തിൽ വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കുവാനും പരാജയങ്ങളിൽ നിന്ന് പഠിക്കുവാനും ആ പരാജയങ്ങളെ സ്വർഗോന്മുഖമായ യാത്രയിൽ നമ്മളെ എളിമപ്പെടുത്തുന്നതിന് സഹായിക്കുമെന്ന് പറഞ്ഞ് സ്വീകരിക്കുവാനും ഒരു ഹൃദയത്തിനൊരു തുറവിയില്ലാത്ത ഒരു തലമുറ. ചെറിയ പരാജയങ്ങൾ പോലും, എനിക്കറിയാം, 2 പ്രോജക്റ്റ് റിജക്റ്റായി പോയി, അല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷയിൽ തോറ്റു, ഉടനെ ദൈവത്തെയാണ് തള്ളിപ്പറയുന്നത്, വിശ്വാസത്തെ തള്ളിപ്പറയുന്നത്. നമ്മുടെ പിള്ളേർ പഠിച്ചു വെച്ചിരിക്കുന്നതാ,
മാതാപിതാക്കൾ അതിനെ കൂട്ടുനിൽക്കാനും, അച്ഛാ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവരാ, ഞങ്ങൾ കുടുംബമായിട്ട് പള്ളിയിൽ പോകുന്ന, പള്ളിയിലെ കുർബാന കഴിഞ്ഞ് ഏറ്റവും അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞങ്ങളാ, മാതാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പോയി നിൽക്കും, പ്രാർത്ഥിക്കും. എന്നിട്ടും എൻ്റെ കൊച്ചിന് പരീക്ഷയിൽ കുറവ് വന്നു. ഈ ഇടവകയിൽ വെച്ച് ഏറ്റവും നല്ല കൊച്ചാ, ഇതിന് സമാധാനം പറ, ദൈവം നീതി പ്രവർത്തിക്കുന്നില്ല. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഭക്താഭ്യാസങ്ങളെല്ലാം വെറും ഒരു വേഷം കെട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്, യാഥാർത്ഥ്യം അതാണ്. അതായത് നമ്മൾക്ക് തന്നെ നമ്മുടെ മുമ്പിൽ നമ്മൾ മരിക്കണം. ഈ ഗോതമ്പൊടി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതിന് വേരിറക്കാൻ പറ്റില്ല എന്ന് വെറുതെ അല്ല പറയുന്നത്. വിശുദ്ധ അൽഫോൺസാമയൊക്കെ എത്ര മനോഹരമായിട്ടാ അൽഫോൺസാമയുടെ പ്രാർത്ഥന. തുടർന്നുള്ള ആരാധനയിൽ നമുക്കത് പ്രത്യേകമായി ഈശോയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങളിതൊന്ന് ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ച്, അതായത് ആ പ്രാർത്ഥനയുടെ ചുരുക്കം എങ്ങനെയാണ്? അങ്ങേ ദിവ്യ ഹൃദയത്തിൻ്റെ മുറിവിൽ എന്നെ മറിക്കണമേ. എന്നുള്ള വാക്ക് ശ്രദ്ധിച്ച്, ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തിയാക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തിയാക്കണമേ. എത്ര പ്രധാനപ്പെട്ട, നമ്മളൊരു വീട്ടിലേക്ക്, ബന്ധുക്കാരുടെ ഒരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയഭാവം എന്താ? നമ്മളെ അവരെത്ര സ്വീകരിക്കുന്നുണ്ട്? നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എനിക്കിവിടെ എത്ര റേറ്റ്, എനിക്കിവിടെ എന്താ സ്ഥാനം, അപ്പോൾ എനിക്ക് സ്ഥാനമുള്ള ഇടങ്ങളിലേക്ക് മാത്രം ഞാൻ പോവുക. എന്നെ ഇങ്ങനെ എപ്പോഴും പൊക്കിപ്പിടിച്ച് മറ്റുള്ളവരിങ്ങനെ വാഴ്ത്തി പാടുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ സന്നിഹിതനായിരിക്കും. അല്ല എങ്കിൽ എൻ്റെ പൊടി പോലും കാണത്തില്ല. അതല്ലേ, ചില മനുഷ്യർ എത്ര നിസ്സാരമായിട്ടാണ് മറ്റുള്ളവർ പറയുക, ഒന്ന് പൊക്കി പറഞ്ഞാൽ മതി, എന്ത് വേണേലും ചെയ്തു തരും. എന്ത് കഷ്ടമാണ്. കാരണം അഹത്തിന് വളവിട്ട് കൊടുത്താൽ മതി, ആ വ്യക്തി എങ്ങോട്ട് വേണേലും ചാഞ്ഞോളൂ എന്ന്. ഭയങ്കര കഷ്ടമായ ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. അത് നിസ്സാരമായി പോകും നമ്മുടെ ജീവിതം. കഴമ്പില്ലാതെ, കാമ്പില്ലാതെ, വേരില്ലാതെ, തളിരില്ലാതെ വെറുതെ ആയി പോവും. അൽഫോൺസാമ വിശുദ്ധ തുടർന്ന് ഇങ്ങനെയാണ് പറയുന്നത്: കീർത്തിയും ബഹുമാനവും സമ്പാദിക്കാനുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നമുക്ക് ഫേമസ് ആകാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം വൈറലാണ്. എങ്ങനെയെങ്കിലും വൈറലാവണം. നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ജനം ശ്രദ്ധിക്കപ്പെടണം, നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് സ്വീകാര്യമാകണം, അവർ സ്വീകരിക്കപ്പെടണം, അതിനൊരു ഗുണമുണ്ടാകണമെന്ന് ചിന്തിക്കുന്നത് തെറ്റില്ലെങ്കിൽ തന്നെയും ഞാൻ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി വസ്ത്രധാരണം ആയിക്കോട്ടെ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നടപ്പിലും എടുപ്പിലും തന്നെ നമ്മുടെ ആ ഒരു തിന്മ ഒരുപക്ഷെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. ഈ സ്വയോന്മുഖത, ഞാൻ എന്നെ ഇങ്ങനെ പ്രദർശിപ്പിക്കാനുള്ള ഒരു വലിയ മനസ്സ്, അനാവശ്യമായിട്ട് ഈ തൂക്കിയിടുന്ന ആഭരണങ്ങൾ, ഒരു മനുഷ്യന് ആവശ്യത്തിൽ കൂടുതൽ ഈ തേച്ച് പിടിപ്പിക്കുന്ന ഈ പുറംപൂശായിട്ടുള്ള മേക്കപ്പുകൾ, വസ്ത്രം, സാധാരണ വസ്ത്രം ഇടത്തില്ല. ഓരോ സ്ഥലത്തെ ഓരോ കൾച്ചറുണ്ടല്ലോ. നമ്മൾ വിദേശത്തായിരിക്കും അവരുടെ മോഡിൽ പോവുക, ഇവിടെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു കൂട്ടത്തിൽ ആ ഒരു സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്യാതെ ആ കൂട്ടത്തിൽ ഞാൻ വ്യത്യസ്തയാകണം എന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന വേഷം കെട്ടുകൾ, അവിടെയാണ് നമുക്കൊരു പുണ്യമില്ലാതായി പോവുക. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെയും, നമുക്ക് പ്രത്യേകമായി അടുത്തുള്ള പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ ഹൃദയം നമുക്ക് തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ഇതിന് ശേഷം നിങ്ങളോട് അധികമായി വായിക്കാൻ സമയമുള്ളവർ വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കൃത്യമായിട്ട് ചെയ്യാം. ആരാധനയിൽ പ്രത്യേകമായി നമ്മളുടെ ഈ അവസ്ഥകളെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. യഥാർത്ഥ മരിയഭക്തി 123. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ട് പറയുന്നു: മാതാവ് വഴി പൂർണ്ണമായി നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാകേണ്ടതിന് താഴെ പറയുന്നവ നാം പരിശുദ്ധ അമ്മയ്ക്ക് നൽകണം. 1.
ശരീരത്തെ അതിൻ്റെ അവയവങ്ങളോടും ഇന്ദ്രിയങ്ങളോടും കൂടെ. 2 ആത്മാവും അതിൻ്റെ എല്ലാ ശക്തികളും. 3 നമുക്കിപ്പോഴുള്ളവയും ഭാവിയിൽ ലഭിക്കാനിരിക്കുന്നതുമായ ബാഹ്യമായ എല്ലാ നന്മകളും സമ്പന്നതകളും. 4 നമ്മുടെ പുണ്യങ്ങളും യോഗ്യതകളുമാകുന്ന ആത്മീയവും ആന്തരികവുമായ സമ്പത്തും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതും ഇപ്പോൾ ചെയ്യാൻ പോകുന്നതുമായ എല്ലാ സൽപ്രവൃത്തികളും. മറിയത്തിന്റെ സ്തോത്രഗീതം. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവന്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. വിശുദ്ധ ലൂയി ദി മോൺഫോർട്ടിന്റെ പരിശുദ്ധ മറിയത്തോടുള്ള പ്രാർത്ഥന. മറിയമേ, നിത്യപിതാവിന്റെ പ്രിയപുത്രി സ്വസ്തി. പുത്രൻ തമ്പുരാന്റെ ഏറ്റവും പ്രശംസനീയയായ അമ്മേ സ്വസ്തി. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വിശ്വസ്തയായ മണവാട്ടിയെ സ്വസ്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ സ്നേഹനാഥേ, എൻ്റെ അതിശക്തിയായ രാജ്ഞി, എൻ്റെ സന്തോഷമേ, എൻ്റെ മഹത്വമേ, എൻ്റെ ഹൃദയമേ, എൻ്റെ ആത്മാവേ, അങ്ങേക്ക് സ്വസ്തി. അങ്ങ് മുഴുവനും എൻ്റേതായത് കാരുണ്യത്താലാണല്ലോ. ഞാൻ പൂർണ്ണമായും അങ്ങയുടേതായതോ നീതിയാലും അത്രേ. പക്ഷേ ഇപ്പോഴും ഞാൻ പൂർണ്ണമായി അങ്ങയുടേതായി മാറിയിട്ടില്ല. എനിക്കോ മറ്റുള്ളവർക്കോ ആയി ഒന്നും മാറ്റിവെക്കാതെ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അമ്മയ്ക്കിപ്പോൾ തരുന്നു. അങ്ങയുടേതല്ലാതെ എന്തെങ്കിലും ഇപ്പോഴും എന്നിൽ കാണുന്നുവെങ്കിൽ അങ്ങ് അവയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. എൻ്റേതായ എല്ലാറ്റിൻ്റെയും പരമാധികാരിയായ നാഥ, അങ്ങ് മാത്രമാകണമേ. ദൈവത്തിന് അഹിതമായി എന്നിലുള്ളവയെ നശിപ്പിക്കണമേ. വേരോടെ പിഴുതെറിഞ്ഞ് ഇല്ലാതാക്കണമേ. അങ്ങേക്ക് സന്തോഷം നൽകുന്നവയെ എന്നിൽ നിക്ഷേപിക്കുകയും വളർത്തുകയും ചെയ്യണമേ. അങ്ങയുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം എൻ്റെ മനസ്സിൻ്റെ അന്ധകാരത്തെ തൂത്തെറിയട്ടെ. അങ്ങയുടെ അഗാധമായ എളിമ എൻ്റെ അഹങ്കാരത്തെ നിർമ്മാർജ്ജനം ചെയ്യട്ടെ. എൻ്റെ അലഞ്ഞു നടക്കുന്ന ഭാവനയെയും അങ്ങയുടെ ധ്യാനലീനത നിയന്ത്രിക്കട്ടെ. അങ്ങയുടെ നിരന്തരമായ ദൈവദർശനം എൻ്റെ ഓർമ്മയെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയ്ക്കട്ടെ. എൻ്റെ മന്നോഷ്ണാവസ്ഥയെയും അങ്ങയുടെ ആളിക്കത്തുന്ന സ്നേഹം ജ്വലിപ്പിക്കട്ടെ. എൻ്റെ പാപത്തിൻ്റെ ഇടങ്ങളിൽ അങ്ങയുടെ പുണ്യങ്ങൾ സ്ഥാനം പിടിക്കട്ടെ. അങ്ങയുടെ പുണ്യങ്ങൾ മാത്രമായിരിക്കട്ടെ എൻ്റെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് ദൈവത്തിരുമുമ്പിലുള്ള എൻ്റെ അലങ്കാരങ്ങൾ. അവസാനമായ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ, അങ്ങേക്ക് സാധ്യമെങ്കിൽ യേശുവിനെയും അവിടുത്തെ തിരുഹിതത്തെയും അറിയുവാൻ അങ്ങയുടെ അരൂപിയല്ലാതെ മറ്റൊന്നും എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് അങ്ങയുടെ ആത്മാവല്ലാതെ മറ്റൊരാത്മാവ് ഉണ്ടാകാതിരിക്കട്ടെ. പരിശുദ്ധവും ഊഷ്മളവുമായ സ്നേഹം കൊണ്ട് നിറഞ്ഞ അങ്ങയുടെ ഹൃദയമല്ലാതെ മറ്റൊരു ഹൃദയം ദൈവത്തെ സ്നേഹിക്കാൻ എനിക്കുണ്ടാകാതിരിക്കട്ടെ. ദർശനങ്ങളോ വെളിപാടുകളോ ഇന്ദ്രിയപരമായ ഭക്തിയോ ആത്മീയ ആനന്ദങ്ങൾ പോലുമോ ഞാൻ ചോദിക്കുന്നില്ല. ദൈവത്തെ മുഖാഭിമുഖം കാണുകയും സ്വർഗീയ ആനന്ദം അനുഭവിക്കുകയും ചെയ്യുക അങ്ങയുടെ അവകാശമാണല്ലോ. പുത്രന്റെ വലതുഭാഗത്ത് മഹത്വപൂർണയായി എഴുന്നള്ളി ഇരുന്നു കൊണ്ട്
മാലാഖമാരുടെയും മനുഷ്യരുടെയും പിശാചിൻ്റെയും മേൽ പരിപൂർണമായ ആധിപത്യം ഉറപ്പിക്കുക. അതും അങ്ങയുടെ അവകാശമാണ്. അങ്ങയുടെ ഇഷ്ടം പോലെ ദൈവത്തിന് എല്ലാ ദാനങ്ങളും വിതരണം ചെയ്യുകയും അങ്ങയുടെ അവകാശം തന്നെ. ഇവയത്രേ ദൈവം അങ്ങേക്ക് തന്ന നല്ല ഭാഗം. അത്, ഓ സ്വർഗീയ മാതാവേ, അങ്ങിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റപ്പെടുകയില്ല. ഈ ചിന്തയാൽ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു. ഐഹിക ജീവിതത്തിൽ അങ്ങിൽ പ്രശോഭിച്ചവ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആത്മീയ സന്തോഷം കൂടാതെയുള്ള ആത്മാർത്ഥമായ വിശ്വാസം, മാനുഷിക സമാശ്വാസം തേടാതെ സന്തോഷപൂർവ്വം സഹനങ്ങൾ ഏറ്റെടുക്കുക, വിശ്വാസമന്യേ തന്നോട് തന്നെ മരിക്കുക, അങ്ങേക്ക് വേണ്ടി മരണം വരെ ഒരു വിനീത അടിമയെപ്പോലെ നിസ്വാർത്ഥമായും തീഷ്ണമായും അധ്വാനിക്കുക. ഇവ മാത്രമേ ഞാൻ യാചിക്കുന്നുള്ളൂ. ഒരേ ഒരു അനുഗ്രഹമേ എനിക്ക് വേണ്ടൂ. അവിടുന്ന് ലോകത്തിലായിരുന്നപ്പോൾ ചെയ്തവയെല്ലാറ്റിനെയും. ആമേൻ. അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് സ്വർഗത്തിൽ ചെയ്യുന്നവയ്ക്കുമെല്ലാം. ആമേൻ. അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അവിടുന്ന് എൻ്റെ ആത്മാവിൽ ചെയ്യുന്നവയ്ക്കെല്ലാം. ആമേൻ. അങ്ങനെ തന്നെ ആകട്ടെ എന്നും. അങ്ങനെ ജീവിതകാലത്തിലും നിത്യത്വത്തിലും അങ്ങ് മാത്രം എന്നിൽ യേശുവിൻ്റെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ. ആമേൻ. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തീനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്വനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യപിതാവിന്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മഹത്വത്തിന്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ തിരുക്കുമാരനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സർവശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വരാനിരിക്കുന്ന ലോകത്തിന്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ശ്രേഷ്ഠമായ ഉപദേശത്തിന്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഏറ്റവും അനുസരണയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഹൃദയശാന്തതയും എളിമയുള്ള ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സമാധാനത്തിന്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആയുസ്സിന് കാരണമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യങ്ങൾക്കും മാതൃകയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, പൂർവ്വപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വേദസാക്ഷികൾക്ക് ശക്തി പകർന്ന ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, വന്ദകരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ രക്ഷിക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ, ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ, സകല പാപങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങേ കോപത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, മോഹാഗ്നിയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന്, ഞങ്ങളെ രക്ഷിക്കണമേ,
അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാചാരത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങേ ഉയർപ്പിനെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമാ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരാനിരിക്കുന്ന വിധി ദിവസത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ഈശോയെ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, മനസ്സ് തുറന്ന് ആരാധിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. പ്രിയപ്പെട്ടവരെ, ദൈവം ദൈവമാണെന്ന് കണ്ട് നമ്മൾ ആരാധിക്കണം. അവൻ സർവത്തിൻ്റെയും സർവമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആരാധിക്കണം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ ഒരു ബോധ്യം വേണം. വെറുതെ നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ പോരാ. ദൈവം ദൈവമാണ്, അവൻ സർവത്തിൻ്റെയും സർവമാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു വലിയ ബോധ്യം വേണം. സിംഹക്കുഴിയിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ പൂർണ്ണ ആശ്രയത്തോടെ. എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത സഹനത്തിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും
സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആനന്ദത്തോടെ സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആത്മാവിൽ നിന്നുള്ള ഒരു ആരാധന, ഹൃദയത്തിൽ നിന്നുള്ള ആരാധന, നമ്മുടെ മനസ്സും ശരീരവും നമുക്കുള്ളത് മുഴുവനും ദൈവത്തെ ആരാധിക്കുന്നതിനായി നാം നീക്കിവെക്കുന്ന സമയമാണ് ഈ മണിക്കൂർ. എൻ്റെ ദൈവമേ, നിനക്കായി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. നീ സർവത്തിന്റെയും സർവവുമാണെന്ന് എൻ്റെ ജീവനും ജീവിതവും ശരീരവും ആത്മാവും എൻ്റെ ഹൃദയവും മനസ്സും കൊണ്ട് ഞാൻ ഏറ്റുപറയുന്ന സമയമാണ്. ദൈവമേ, നീ ദൈവമാണ് എന്ന് ഞാനിതാ ഏറ്റുപറയുന്നു. എൻ്റെ ഈ ആരാധനയുടെ സമയത്ത് ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവമേ, നീ ദൈവമാണ് എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ഏറ്റുപറയുന്നു. ആരാധന 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 അടഞ്ഞ ഹൃദയങ്ങൾ തുറക്കുന്ന സമയം, ബലക്കുറവുള്ള ഹൃദയങ്ങളിൽ ബലം വരുന്ന സമയം, ശിലാഹൃദയങ്ങൾ എടുത്തു മാറ്റുന്ന സമയം, ദൈവത്തെ സ്വീകരിക്കുന്നതിനായി ഹൃദയങ്ങളെ ഒരുക്കുന്ന സമയം, അമ്മ മാതാവിന്റെ വിമല ഹൃദയം പോലെ ഓരോ ഹൃദയത്തെയും വിമലീകരിക്കുന്ന സമയം. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ആവേശത്താൽ ദൈവമേ ഞങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചേ. ദാവീയേലും ദാനിയേലും സഭാപിതാക്കന്മാരും നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമായിരുന്ന എല്ലാ വിശുദ്ധരും എങ്ങനെയാണോ കർത്താവിനെ ആരാധിച്ചത്, അതുപോലെ ആരാധിക്കാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വയോന്മുഖത എന്ന ദൗർബല്യം, അതായിരുന്നു നമ്മുടെ വിചിന്തന വിഷയം. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുന്ന കാലത്ത് തമ്പുരാനും അവിടുത്തെ കുരിശു മരണവും ലോകം മുഴുവന് വേണ്ടിയുള്ള അവിടുത്തെ സ്നേഹവും ഒക്കെ നമുക്ക് വിലയുള്ള കാര്യമായ ഒരു പക്ഷെ തോന്നിയെന്ന് വരികയില്ല. ആ ഒരു അരൂപിക്കെതിരെ നമ്മൾ പോരടിക്കണം. ഈശോയെ, ലോകം ഞങ്ങളെ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, മത്സരിച്ച് നിന്നാൽ നിനക്ക് കയറിപ്പോകാം, അതിനിടയിൽ എന്ത് ചതി വേണേലും ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ, നീ പറഞ്ഞ വാക്ക്, നിന്റെ പ്രശസ്തി, നിന്റെ കാര്യങ്ങൾ, സ്വാർത്ഥത. ദൈവമേ, ലോകത്തിൻ്റെ നിയമം അതായി മാറിയിരിക്കുന്നു. പ്രാഗ്മാറ്റിസം, പ്രാക്ടിക്കൽ മൈൻഡ്. എന്താ ലാഭം എന്നാൽ നിൽക്കാം. അത് സമൂഹത്തിന് നന്മ ചെയ്യുന്നതായിക്കോട്ടെ, രാഷ്ട്രീയ പ്രവർത്തനം ആയിക്കോട്ടെ, ആത്മീയ നേതൃത്വം ആയിക്കോട്ടെ, നമ്മുടെ ആത്മീയ കൂട്ടായ്മയിൽ ഇടവകയിൽ ഒരു നേതൃത്വം ഏറ്റെടുക്കുന്നതായിക്കോട്ടെ, അതിപ്പോലും ഒരു ലാഭേച്ഛ കണ്ടുകൊണ്ട് എന്നെ എല്ലാവരും അംഗീകരിക്കാനുള്ളൊരു വഴിയായി ഞാൻ പലപ്പോഴും അതിനെ കണ്ടിട്ടുണ്ട്. തമ്പുരാനെ, നാലാൾക്കാരുടെ മുമ്പിൽ എനിക്കൊരു മതിപ്പ് തോന്നുന്നതിന് വേണ്ടി ഏത് കോലവും കെട്ടുന്ന തരത്തിൽ ഞാൻ അധപ്പതിച്ചു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാക്കനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് എനിക്ക് വലിയ അഭിമാനം തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങനെ അല്ല എങ്കിൽ ഞാൻ പലരെയും നശിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ വീടും എൻ്റെ സമൂഹവും എൻ്റെ ജോലി സ്ഥലവും എല്ലാം ഞാൻ ക്രമീകരിക്കുന്നതിന് വേണ്ടി ഞാൻ തിടുക്കം കാണിച്ചിട്ടുണ്ട്.
ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ അമ്മയെ ഞാൻ ഓർത്തില്ല. നിന്റെ വാക്ക് എന്നിൽ നടക്കട്ടെ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കാറില്ല. എങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ പുത്രനെ ഞാൻ ഓർക്കാറില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, പുത്രൻ പൂർണ്ണമായി തൻ്റെ പുത്രത്വമൊഴികെ ബാക്കിയെല്ലാം പിതാവിന് സമർപ്പിച്ചതുപോലെ, പിതാവ് പുത്രനെ തൻ്റെ പിതൃത്വമൊഴികെ ബാക്കിയെല്ലാം നൽകി പരിപൂർണമായി സ്നേഹിച്ചതുപോലെ, പിതാവ് പുത്രനെയും പുത്രൻ പിതാവിനെയും സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വലിയ ഒരു സ്നേഹത്തിൻ്റെ ഒരു ധാരയായി പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പോലെ, ദൈവമേ, പരിശുദ്ധ ത്രിത്വത്തിൽ ഒന്നായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ എൻ്റെ ഹൃദയം ചേർത്ത് വെക്കാനായി ആഗ്രഹിക്കുമ്പോൾ ഞാൻ പലപ്പോഴും താൻ പോരിമയുടെ കെട്ടിലാണ്. എനിക്ക് ഞാൻ മതി, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ സഹോദരർ, എൻ്റെ സ്വത്തുവകകൾ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ദൈവമേ, പലപ്പോഴും എളിമപ്പെടാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ദൈവമായി മാറുന്നൊരവസ്ഥയുണ്ട്. നിന്നെ ഞാൻ എൻ്റെ സർവവുമായി കണ്ട് എന്നെ ഞാൻ ഒന്നുമല്ലാതായി കാണേണ്ടതാണല്ലോ യഥാർത്ഥ സത്യം. എങ്കിലും ദുഷ്ടൻ പഠിപ്പിച്ച താൻ പോരിമ, എനിക്ക് ഞാൻ മതി എന്ന് ദുഷ്ടൻ ദൈവത്തിരുമുമ്പിൽ നിന്ന് അഹങ്കരിച്ച അഹങ്കാരം, ദൈവമേ, എൻ്റെ ഹൃദയത്തിലേക്കും പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ഞാനിങ്ങനെ പുറംമൂടിയോടുകൂടി തെരുവോരങ്ങളിൽ കാഴ്ച വസ്തുവിനെ പോലെ ഇറങ്ങി നടന്ന ദിനങ്ങളെ ഓർത്ത് അനുതപിക്കുന്ന ദൈവമേ, എൻ്റെ ശരീരത്തെയും എന്നെയും ഞാൻ കാഴ്ച വസ്തുവായി പ്രദർശിപ്പിച്ചതിനെ ഓർത്ത് അനുതപിക്കുന്ന ദൈവമേ, എൻ്റെ അതിര് കടന്ന ഫാഷൻ ഭ്രമം, ഞാൻ എൻ്റെ ശരീരത്തിൽ താറ്റുകുത്തിയും അതുപോലെ അനാവശ്യമായി ആടയാഭരണങ്ങൾ ധരിച്ചും എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ എന്നെ എല്ലാവരുടെ മുമ്പിൽ കാഴ്ച വസ്തുവായി പ്രദർശിപ്പിച്ചും എന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എന്ത് കോപ്രായം കാണിക്കാനും ഞാൻ തയ്യാറായി നടന്ന ദിനങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. അമ്മ മാതാവിൻ്റെ സൗന്ദര്യം, ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സ്ത്രീത്വത്തിൽ വിളങ്ങി നിന്ന സൗന്ദര്യത്തിന്റെ മകുടമായ പരിശുദ്ധ അമ്മ, ദൈവമേ, ഈ ലോകത്തിൻ്റെ തിന്മയുടെ ആസക്തികൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പകരുന്ന തരത്തിൽ ഞാൻ നടത്തിയ വസ്ത്രധാരണവും നടപ്പും എന്നെ എല്ലാത്തിൻ്റെ മുകളിൽ കയറ്റിവെച്ച് എന്നെ എങ്ങനെയെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് എപ്പോഴും എൻ്റെ ചിത്രം ഇങ്ങനെ എല്ലാവരും കാണണം. എൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് എല്ലാവരും നല്ലത് എപ്പോഴും പറയണം. കൂട്ടത്തിൽ ഞാനായിരിക്കണം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ആത്മീയ നേതൃത്വത്തിലേക്ക് പോലും ഞാൻ പലപ്പോഴും കടന്നു വരുന്നത് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയാ. തമ്പുരാനെ, മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമയെ ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിൻ്റെ പ്രഥമ വിശുദ്ധ അൽഫോൻസാമയുടെ പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് ദൈവസമക്ഷം പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന്, ദൈവമേ, അൽഫോൻസാമ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഈശോയെ ദിവ്യ മണവാളനായി സ്വീകരിക്കുന്നതിന് വേണ്ടി തൻ്റെ സൗന്ദര്യത്തെ പോലും വിരൂപമാക്കുവാൻ ഒരുമ്പെട്ട അൽഫോൻസാമയുടെ പ്രാർത്ഥന. ലോകത്തിൻ്റെ ഏത് സൗന്ദര്യമോ എൻ്റെ അഹംബോധങ്ങളോ അഹംഭാവങ്ങളോ ദൈവത്തിനു മുമ്പിൽ ഒന്നുമല്ല എന്ന് കണ്ട വിശുദ്ധരുടെ പ്രാർത്ഥന. ദൈവമേ, വിശുദ്ധരോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ഹൃദയത്തിലേക്ക് വലിയ ബോധ്യങ്ങൾ തരണമേ. വിശുദ്ധ ജീവിതത്തിന് സഹായകരമായ അൽഫോൻസാമയുടെ പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് കണ്ണുകളടച്ച് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സാന്നിധ്യത്തിൽ
പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സകല വിശുദ്ധരുടെയും പ്രത്യേകിച്ച് വിശുദ്ധ കൊച്ചുത്രസ്യ പുണ്യവതിയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. കാരണം വിശുദ്ധിയിൽ, അടക്കത്തിൽ, ഒതുക്കത്തിൽ ചെറുപ്രായത്തിലേ നടക്കണമെന്ന് വലിയ ചാട്യമുണ്ടായിരുന്ന വിശുദ്ധയാണ്. മാതാപിതാക്കൾ അനുവദിച്ചിട്ട് പോലും വസ്ത്രധാരണത്തിൽ ഒരു ചെറിയ ഒരു വഴിവിട്ട ഒരവസ്ഥയുണ്ടാവാതിരിക്കാനായി കുഞ്ഞുനാളിലേ കലഹിക്കുമായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ പിന്മുറക്കാരിയാണ് വിശുദ്ധ അൽഫോൺസാമ്മ. ആ ചൈതന്യമാണ് വിശുദ്ധ അൽഫോൺസാമ്മ സ്വീകരിച്ചത്. നമുക്ക് ഈ വിശുദ്ധരുടെയൊക്കെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിന്റെ മുറിവിൽ അങ്ങനെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എൻ്റെ ആശയിൽ നിന്ന് എന്നെ വിമുക്തനാക്കണമേ, വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കാനുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ അങ്ങ് രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിൽ എരിയുന്ന സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നതുവരെ എന്നെ അങ്ങ് എളിമപ്പെടുത്തണമേ. ദൈവമേ, ഞാനില്ലാതായി തീരട്ടെ, നീ എന്നെ ഏറ്റെടുക്കണമേ. ആമേൻ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ, വലിയൊരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട്. എല്ലാ ദാനമല്ലേ എന്റെ ദൈവമേ, ഞാനൊന്നും ഇതൊന്നും എന്റേതല്ല. എന്റെ നേട്ടങ്ങളല്ല, നിന്റെ ദാനങ്ങളാണ്. എന്റെ സ്വന്തമായിട്ട് ഒന്നുമില്ല എന്റെ ദൈവമേ. എല്ലാം തന്നതല്ലേ. എന്റെ അഴകും ആരോഗ്യവും കഴിവും എല്ലാം ഞാൻ നേടിയതല്ല. നീ തന്നാലല്ലേ ദൈവമേ എനിക്കുള്ളൂ. സൗന്ദര്യത്തിലും കഴിവിലും പേരിലും പ്രശസ്തിയിലും പെരുമയിലും എന്റെ ഇന്നലകൾ ദൈവമേ അഹങ്കാരത്തിന്റെ ദിനങ്ങളായി പോയിട്ടുണ്ട്. ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രതാപങ്ങളും സർവ്വവും ദൈവമേ. ജീവനും ജീവനിയോഗങ്ങളും പ്രതാപവും പ്രാണനും പ്രാണപ്രതാപങ്ങളും നാഥാദിന്റെയമം ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. ഈശോ, നാഥാദിന്റെയമം ദാനങ്ങളല്ലേ. ഇതൊന്നും എന്റേതല്ല. അടിയറ വയ്ക്കുന്ന ദൈവമേ, സമർപ്പിക്കുന്നു. എല്ലാ ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. ഇന്നലെ വരെ നമുക്കുണ്ടായിരുന്ന അഹങ്കാരത്തിന്റെ എല്ലാ കാരണങ്ങളും ദൈവം തന്നതിന്റെ മുകളിലാണ് നമ്മൾ അഹങ്കരിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ ഹൃദയത്തെ നമ്മൾ വേദനിപ്പിച്ചതും അമ്മ മാതാവിന്റെ പുണ്യങ്ങൾ നമ്മൾ സ്വീകരിക്കാതിരുന്നതും അവിടുന്ന് ദാനമായി തന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഓർക്കണം. എല്ലാം നമ്മൾ ഇപ്പോൾ തിരിച്ച് സമർപ്പിക്കുകയാണ്. എൻ്റെ കണ്ണ്, എൻ്റെ ചെവി, എൻ്റെ നാവ്, എൻ്റെ ഹൃദയം, എൻ്റെ വ്യക്തിത്വം, എൻ്റെ കഴിവുകൾ, എൻ്റെ സമ്പാദ്യങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ നേട്ടങ്ങൾ, പേര്, പെരുമ, എൻ്റെ മാന്യത, ദൈവമേ, എല്ലാം നിന്റെ ദാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മക്കളെ പ്രതി ഞാൻ പലപ്പോഴും അഹങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ തലമുറയുടെ നന്മകളെ പ്രതി ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. ഒരുപാട് വിശുദ്ധമായ ജീവിതങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. എൻ്റെ സമ്പാദ്യത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രമോർത്ത് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. മക്കൾ ഉയർന്ന നിലയിലേക്ക് പോകുന്നത് കണ്ട് ഞാൻ അഹങ്കരിച്ചിട്ടുണ്ട്. ദൈവമേ,
എല്ലാം നീ തന്നതല്ലേ. നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും എന്റെ കർത്താവെ, നീ പൊതിഞ്ഞതുകൊണ്ടല്ലേ. നിമിഷങ്ങളിൽ, ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം ദാനമല്ലേ. ഇതൊന്നും എന്റേതല്ല. എല്ലാം തന്നതല്ലേ. ഇതൊന്നും ഞാൻ നേടിയതല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നടത്തുന്ന വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്കായുള്ള ഒരുക്കത്തിന്റെ ദിനങ്ങളിൽ തന്നെ നമ്മുടെ സമർപ്പണത്തെ നമ്മൾ കുറച്ചുകൂടി ശക്തമാക്കണം. എല്ലാം ഈശോയ്ക്ക് കൊടുത്തേക്കണം. മക്കളുടെ ജോലി ഒരുപക്ഷെ നിങ്ങളുടെ ആകുലതയായിരിക്കാം, ഏതെങ്കിലും മറ്റ് കാര്യങ്ങൾ, സാമ്പത്തിക അവസ്ഥകളായിരിക്കാം, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കാം. നോക്കിക്കേ, നിങ്ങളുടെ മക്കള് ഈശോയുടെ മക്കളാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി മരിച്ചിട്ടാണോ നിൽക്കുന്നത്? എന്നാൽ ഇങ്ങോട്ട് കണ്ണു തുറന്ന് നോക്കിക്കേ, ഇവൻ നിന്റെ മകനും മകൾക്കും വേണ്ടി മരിച്ചിട്ടാ നിൽക്കുന്നത്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം നിന്റെ മകനും മകൾക്കും ഉണ്ടായിട്ടും നീ എന്തിനാ ദൈവത്തെക്കാൾ കൂടുതലായി ആകുലപ്പെടുന്നത്? സമർപ്പണം നടത്തിക്കേ. കുഞ്ഞുണ്ണീശോയെ ശിമയോന്റെ കരങ്ങളിലേക്ക് അമ്മ മാതാവ് എടുത്തു കൊടുത്തതുപോലെ ജീവിതത്തിലേക്ക് ദാനമായി കിട്ടിയ സർവവും ഇപ്പോൾ കരങ്ങളിലെടുത്ത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കാം. നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റുവാങ്ങാം. നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈശോ ഇപ്പോൾ ആശീർവദിക്കുന്ന സമയമാണ്. ദൈവമേ, എൻ്റെ അഹങ്കാര ജീവിതത്തിൽ നിന്നും താൻ പോരിമയിൽ നിന്നും ഞാനിതാ മുക്തി പ്രാപിക്കാനായി ആഗ്രഹിക്കുന്നു. എല്ലാം സർവം നീയാണെന്ന ബോധ്യത്തിൽ എന്നെ നിനക്കായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സമർപ്പണത്തെ വിശുദ്ധീകരിക്കണമേ, ഏറ്റെടുക്കണമേ, അതിനെ വിമലീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്